ഹലോ ഗൈസ്, വീക്ക് ഓഫ് ഇട്ടിട്ട് റൂമിൽ തന്നെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വെളിവില്ലാത്ത ഫ്രണ്ടിനും കൂട്ടി നമ്മളൊന്ന് മാള് വരെ പോവുകയാണ്. ഞങ്ങൾ അവിടേക്ക് ഊബർ ഓട്ടോ വിളിച്ചിട്ടാണോ പോകുന്നത്. ഊബർ ചേട്ടൻ്റെ കൂടെയുള്ള അതിസാഹസികമായ യാത്രയ്ക്ക് ശേഷം അങ്ങനെ മാളിലെത്തിയില്ലെങ്കിലും അതിന് കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങി. അല്ലെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇറങ്ങാൻ തോന്നാണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നടന്ന് മാളിലെത്തി. ഇതാണ് കേട്ടോ ഗൈസ് ഭാരതീയ മാൾ. എവിടെയെങ്കിലും പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ മാള്. പോണത് പിന്നെ ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇവിടെ നിന്ന് പർച്ചേസ് ആക്കിയാൽ ചിലപ്പോൾ വീടിൻ്റെ ആധാരം വരെ പണം വെക്കേണ്ടി വരും. അങ്ങനെ മാളിൽ കുറച്ച് നേരം തിന്നതിന് ശേഷമാണ് അവൻ കയറി വരുന്നത്. ആര് കയറി വരുന്നത്? നമ്മുടെ ഒറ്റ മൈൻഡേ. പിന്നൊന്നും നോക്കിയില്ല, അവതാർ അങ്ങ് പോയി കണ്ട്. ഇതിന് മുമ്പത്തെ സീസൺ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ എന്തായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇതും വലിയ രീതിക്ക് മനസ്സിലായതൊന്നും ഇല്ല. പിന്നെ കണ്ടല്ലേ പറ്റൂ, ടിക്കറ്റ് എടുത്തതല്ലേ, അതുകൊണ്ട് കുത്തിയിരുന്ന് അങ്ങ് കണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ഊബർ ചേട്ടൻ്റെ പറക്കും തളിയിൽ അങ്ങ് റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.